എന്നും ഒരേ രീതിക്ക് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി മടുത്തുവെങ്കിൽ ഇതാ ഇതുപോലൊരു ചിക്കൻ കറി തയ്യാറാക്കി നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടാൽ തോന്നും തേങ്ങ വറുത്തരച്ചൊക്കെ തയ്യാറാക്കിയിരിക്കുകയെന്നല്ലേ. അങ്ങനെയൊന്നുമല്ല കേട്ടോ. തേങ്ങ ഒന്നും ഇല്ലാതെ തന്നെ നമ്മളിത് സ്പെഷ്യലായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന് എന്ത് പേര് പറയുമെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കുക്ക് ചെയ്തെന്ന് നോക്കാം. 150 ഗ്രാം പാലൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ തണ്ടെല്ലാം വെട്ടിക്കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് നമുക്കെടുക്കാം. എന്നിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഈ പാലൊക്കെ ഇട്ട് കൊടുക്കാം. പാലൊക്കെ നമ്മളിന്ന് ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് അല്പം പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് കൂടെ തന്നെ ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ മസാല തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ ഞാൻ 400 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കഴുകി ക്ലീൻ ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. ഒരു പാൻ ചൂടാക്കാം. ചൂടായ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നല്ല ജീരകവും പെരിഞ്ചീരകവും വറ്റൽമുളകും പട്ടയും ഗ്രാമ്പുവും പിന്നെ തക്കോലമില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടായതിന് ശേഷം 2 സവാള നീളത്തിൽ അരിഞ്ഞതും അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഏകദേശം ഈ ഒരു രീതി ആയി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്നതായ ചിക്കനും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അല്പസമയം ഇതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം. ഈ ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഒന്ന് വാർന്ന് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ അല്പം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ മസാലയെല്ലാം ചിക്കനിൽ പിടിക്കുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ചിക്കൻ വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇതുപോലെയൊക്കെ അടുപ്പ് തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിക്ക് നമ്മുടെ മസാല ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഏകദേശമൊക്കെ വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ അരപ്പ് കൂട്ടില്ലേ അതും അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പാലക്ക് വെച്ചിട്ടൊരു ചിക്കൻ കറി തയ്യാറാക്കുന്നത്. പലരുടെയും വീഡിയോ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. ഇനി അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അല്പം ജീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ ഉപ്പ് കുറവായിരുന്നു. എന്നിട്ട് ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി വെള്ളം വേണമെങ്കിൽ അല്പം വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് നല്ല രീതിക്ക് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് സമയമോളം നമ്മളിത് നല്ല രീതിക്ക് കുക്ക് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ചിക്കൻ ഏകദേശം വെന്തിട്ടൊക്കെ ഉണ്ട്. അല്പം കൂടെ വെള്ളം വറ്റിക്കാനായിട്ട് ഒരു 2-3 മിനിറ്റ് സമയം വീണ്ടും ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ ചിക്കൻ തയ്യാറാക്കിയിരിക്കുന്നത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ചിക്കൻ കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് ഇട്ട് കൊടുക്കുന്ന അല്പം മല്ലിയിലയാണ്. പിന്നെ എല്ലാവർക്കും അറിയണ്ടേ ഇത് പാലക്കിട്ടൊക്കെ വെച്ചതാണെന്ന്. അപ്പം കുറച്ച് പാലക്കിൻ്റെ ഇല വീണ്ടും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടാണ് ഈ ചിക്കൻ കറി തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ ഈ ചിക്കൻ കറിയുടെ പോസ്റ്റ് ഒരു ഫേസ്ബുക്കിൽ എൻ്റെ ഇന്നലെ അപ്ലോഡ് ചെയ്തപ്പം പലരും വന്ന് എന്നോട് ചോദിച്ചു ഇത് തേങ്ങയൊക്കെ ചേർത്തരച്ച് ഉണ്ടാക്കിയ കറിയാണോ എന്ന്, ചെട്ടിനാട് കറിയാണോ ഇങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, തേങ്ങയൊന്നും ഇല്ലാതെയാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ ഉടനെ ഇടുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇത് തേങ്ങയൊന്നും അരയ്ക്കാതെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. പാലക്കൊക്കെ ചേർത്ത് നമ്മൾ ആദ്യമായിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റി റെസിപ്പികൾ കാണുന്നതിനായിട്ട് ശുഭാസ് കിച്ചൻ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പികൾ കാണുന്നവരെയും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.